ഇടുക്കി പെരുവന്താനത്ത് കാട്ടാന ആക്രമണത്തിൽ മരിച്ച സോഫിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പൂർത്തിയായി. സോഫിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സഹായധനം നൽകും. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഇത് സംബന്ധിച്ച ഉറപ്പ് കൈമാറി. വിശദാംശങ്ങളുമായി ഇപ്പോൾ വിവരങ്ങളുമായി ജോസിൽ ചേരുകയാണ്. ജോസിൽ, ഇതുമായി ബന്ധപ്പെട്ട സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ്? പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായല്ലോ അല്ലേ? അത് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ സോഫിയയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർണ്ണമായിരിക്കുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ചെന്നപ്പാറ മുഗൾ ത്വാഹ ജുമാ മസ്ജിദിൽ പൊതുദർശനത്തിനായി എത്തിക്കും. അരമണിക്കൂറോളം ഇവിടെ പൊതുദർശനം തുടരും. അതിനുശേഷമാണ് മുണ്ടക്കയം വരിക്കാന് ജുമാ മസ്ജിദിൽ കബറടക്കം നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടുത്തെ പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഈ പ്രദേശവാസികളടക്കം എനിക്ക് തൊട്ടു മുമ്പിൽ കാണുന്ന ഈ റബ്ബർ തോട്ടത്തിലടക്കം ആനകളുടെ നീണ്ട നിര, 20-ലധികം വരുന്ന ആനയാണ് ഓരോ ദിവസവും ഇവിടെ എത്തി ജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മളോടിപ്പം സംസാരിച്ച ഈ നാട്ടുകാരടക്കം പറയുന്നത്. ഏതായാലും വലിയൊരു ഭീതിയിൽ കഴിയുന്ന ഒരു ജനതയ്ക്കുടെ മുമ്പിലേക്കാണ് ഒരു മരണം എത്തുന്നത്. അതിൻ്റെ നടുക്കവും ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആളുകളടക്കം പറയുന്നത് റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന സമയത്ത് ഇവർ ഈ ആന ഓടിച്ച് പാലും എല്ലാം മറിച്ച് റബ്ബർ പാലെല്ലാം മറിഞ്ഞ് വീണ് അവരുടെ ദേഹം പൊട്ടുന്ന അവസ്ഥയ്ക്ക് ഇത് ആദ്യം ഉണ്ടാകുന്ന സംഭവമല്ല. നിരന്തരം ഇത്തരത്തിൽ കാട്ടാന ആക്രമണവും പുലിയുടെ ആക്രമണവും പുലിയെ ഓടിക്കുന്നൊരു സാഹചര്യം പോലെ ഈ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. അങ്ങനെ വന്യമൃഗ ശല്യത്താൽ ഒരു വലയുന്ന നാട്ടിലേക്കാണ് ഒരു മരണവാർത്തയും കൂടി എത്തിയിരിക്കുന്നത്. ഏതാനും സമയങ്ങൾക്ക് 2 മണിയോടുകൂടി ഇവിടെ പൊതുദർശനത്തിന് എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ പള്ളി ഭാരവാഹികൾ നമ്മളോട് പറയുന്നത്. ശരി ജോസിൽ, ഇപ്പോൾ പെരുവന്താനത്ത് നിന്നുമാണ് ഈ വിശദാംശങ്ങളൊക്കെ നമ്മളുമായി പങ്കുവച്ചത്. ഉച്ചയ്ക്ക് ശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് പോകും. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്.